ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ നോവലിൻ്റെ തുടക്കമാണ്. മാന്ത്രിക നോവലാണ്. രുദ്രാംഗന മാന്ത്രിക നോവൽ. അധ്യായം 1. മനയുടെ പടിപ്പുരവാതിൽ അകത്തേക്ക് തള്ളിത്തുറന്ന് വിഷ്ണുദത്തൻ നിമിഷങ്ങളോളം നിന്നു. കൊല്ലും കൊലയ്ക്കും അധികാരം നൽകി മഹാരാജാവ് കൽപ്പിച്ച് തിട്ടൂരം നൽകിയിരുന്ന ആലങ്ങാട്ട് മന. വാതിലിനിരുവശവും കൊത്തുപണികളോടെ രചിച്ചു വച്ചിരിക്കുന്ന അധികാരപത്രം ഇപ്പോഴും മങ്ങലേൽക്കാതെ ഇരിക്കുന്നു. ഉമ്മറപ്പടിയോളം നീണ്ടുകിടക്കുന്ന ചുടുകട്ട വിരിച്ച് നടപ്പാത, ഇരുവശത്തുമുള്ള ആനക്കുട്ടിൽ. ഒരു കാലത്ത് ഇതിൽ ആനകളെ കൊണ്ട് നിറഞ്ഞിരിക്കാം. ഉമ്മറപ്പടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ഓട്ടുമണി ഏതു സമയത്തും എത്താൻ സാധ്യതയുള്ള പരാതിക്കാർക്ക് വേണ്ടി വച്ചതാകണം. വിഷ്ണുദത്തൻ്റെ മനസ്സിലൂടെ ആ കാലഘട്ടം വിഭാവനം ചെയ്യുകയായിരുന്നു. ഊരിപ്പിടിച്ച വാളുമായി കാവൽ നിൽക്കുന്ന കിങ്കരന്മാർ, ആൽത്തറയും കേളികൊട്ടാരവും, രാജനർത്തകിമാരുടെ ചിലങ്കധ്വനികൾ കേട്ട് കോരിത്തിരിച്ചിരുന്ന നൃത്തമണ്ഡപം, മുലക്കച്ച കെട്ടിയ ദാസിമാരുടെ ചുടുനിശ്വാസങ്ങൾക്കും മൃദുല നിതംബ താളലയങ്ങൾക്കും കാതോർത്തു നിന്നിരുന്ന അകത്തളങ്ങൾ എല്ലാം ഒരു ഓർമ്മ മാത്രമായി ഇന്ന് അവശേഷിച്ചിരിക്കുന്നു. രാജഭോഗത്തിൽ മതിമറന്ന് ആസ്വദിച്ചു വാണിരുന്ന തമ്പുരാക്കന്മാരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. പഴയ പ്രതാപത്തിൻ്റെ അസ്ഥിപഞ്ജരം മാത്രമാണ് ഇന്ന് ആലങ്കോട്ട് മന. പുരാവസ്തു വകുപ്പാണ് അന്യം നിന്ന് പോയ ഈ മനയുടെ ഇപ്പോഴത്തെ അവകാശി. അവസാനത്തെ കൈവശക്കാരനായിരുന്ന അനന്തൻ നമ്പൂതിരിക്ക് മക്കളില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം താവഴിയിൽപ്പെട്ട ആരോ ആണ് പുരാവസ്തു വകുപ്പിന് ഈ മന കൈമാറിയത് എന്നാണ് കേട്ടത്. മതിൽക്കെട്ടിനകത്ത് ആകെ ഒരു അവലോകനം നടത്തി വിഷ്ണുദത്തൻ പടിപ്പുരയ്ക്കൽ തന്നെ തിരിച്ചെത്തി. അടുത്തു തന്നെ ഉണ്ടായിരുന്ന കാവൽപ്പുരയുടെ വാതിൽ തൻ്റെ പക്കലുണ്ടായിരുന്ന താക്കോൽ കൂട്ടത്തിൽ നിന്നും ഒരു ചാവിയെടുത്ത് തുറന്നു. വാതിൽ മറിഞ്ഞിരുന്ന മാറാലകൾ തട്ടിമാറ്റി അകത്തേക്ക് കയറി. ഒരു കട്ടിൽ മാത്രമായിരുന്നു ആ മുറിയിൽ ആകെ ഉണ്ടായിരുന്ന ഉപകരണം. തോളിൽ നിന്നും ബാഗെടുത്ത് കട്ടിലിൽ വെച്ച് വിഷ്ണുദത്തൻ അതിനടുത്തായി കട്ടിലിലിരുന്നു. ഇനി 6 മാസത്തേക്ക് ഇതാണ് തൻ്റെ വാസസ്ഥലം. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു 6 മാസം കൂടി. അയാളുടെ മനസ്സ് ആശ്വസിക്കുകയായിരുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈ ജോലിയെങ്കിലും തനിക്ക് കിട്ടിയല്ലോ. ഭാഗ്യമെന്നത് തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ എത്തിയിട്ടില്ലാത്ത ഒന്നാണ്. എങ്കിലും അങ്ങനെ ആശ്വസിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. സർക്കാരിൻ്റെ തൊഴിൽ വിതരണ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പ് കിട്ടുമ്പോൾ ഇതായിരിക്കും ജോലിയെന്ന് അറിഞ്ഞിരുന്നില്ല. ഈ മനയിലെ കാവൽക്കാരൻ എന്ന ജോലി. 100 കണക്കിന് യുവാക്കളിൽ നിന്നും താൻ മാത്രമാണ് ഈ ജോലിക്ക് തയ്യാറായത്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഈ പരിസരമാകെ വെട്ടിവെടുപ്പാക്കിയതിനാൽ ഒട്ടും ഭീകരത തോന്നിയില്ല. അടുത്തെങ്ങും ആൾതാമസം ഇല്ല എന്ന് മാത്രമാണ് തനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയത്. MA പാസ്സായ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി തന്നെയാണിത്. വിഷ്ണുദത്തിന് ചിരിക്കാനാണ് തോന്നിയത്. അടുത്തെങ്ങും ആരുമില്ലാത്തതിനാൽ ഉറക്കെ തന്നെ ചിരിച്ചു. ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ മുതൽ തനിക്കൊരു ഉണർവ് കൈവന്നതുപോലെ തോന്നി. തൻ്റെ ഗ്രാമത്തേക്കാൾ എത്ര ശാന്തമാണിവിടെ. കാവൽപ്പുര അടിച്ചു വൃത്തിയാക്കിയപ്പോഴാണ് വെള്ളത്തിൻ്റെ കാര്യം ഓർമ്മിച്ചത്. അടുത്തു തന്നെ ഒരു കൽക്കിണർ ഉള്ളത് വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ തൊട്ടിയില്ലാതെ എങ്ങനെയാണ് അതിൽ നിന്നും വെള്ളമെടുക്കുന്നത് എന്ന് ചിന്തിച്ചു നിൽക്കെ വേലു എത്തി. വേലു തനിക്ക് മനയിലേക്ക് വഴി കാണിച്ചു തന്ന വയസ്സായ മനുഷ്യൻ. സാറേ, സ്ഥലമൊക്കെ എങ്ങനെ? ഇഷ്ടമായോ? ഇവിടെ സുഖതാമസത്തിന് വന്നതല്ലല്ലോ വേലു, ഇതെൻ്റെ ജോലിയല്ലേ. ചെറിയൊരു പുഞ്ചിരിയോടെയാണ് മറുപടി പറഞ്ഞത്. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടേ പറഞ്ഞാൽ ചെയ്യായിരുന്നു. ഒരു വിഡ്ഢിച്ചിരിയോടെ വേലു പറഞ്ഞു. ഉണ്ടോന്നോ? വെള്ളമെടുക്കാൻ തൊട്ടി, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനായി കുറച്ച് പാത്രങ്ങളും. വെള്ളമെടുക്കാൻ ഞാനൊരു തൊട്ടി ഉണ്ടാക്കാം. മറ്റ് സാധനങ്ങളൊക്കെ വൈകിട്ട് ചന്തയിൽ നിന്ന് മേടിക്കാം. പറമ്പിൽ വീണ് കിടന്നിരുന്ന ഒരു കവുങ്ങിൻ പാളയെടുത്ത് 2 അറ്റവും മുറിച്ച് കളഞ്ഞ് കയറുകൊണ്ട് കെട്ടി തൊട്ടിയുണ്ടാക്കാൻ വേലുവിന് ഏറെ സമയം വേണ്ടി വന്നില്ല. തൊട്ടിയും എടുത്ത് കിണറ്റിൻ്റെ കരയിലേക്ക് നടന്ന വേലുവിൻ്റെ കൂടെ വിഷ്ണുദത്തനും ചെന്നു. അധികം ആഴമില്ലാതിരുന്ന കിണറിലെ വെള്ളത്തിന് നല്ല തെളിമയുണ്ടായിരുന്നു. വർഷങ്ങളോളം പഴക്കമുള്ള ആ കിണർ ഇപ്പോഴും വൃത്തിയായിരിക്കുന്നത് അതിശയമായി തോന്നി. അത് മനസ്സിലാക്കിയതുപോലെ വേലു പറഞ്ഞു, ഇതെല്ലാം കാട് ചെടി പിടിച്ചു കിടക്കായിരുന്നു. പറമ്പൊക്കെ വെടിപ്പാക്കാൻ വന്ന പണിക്കാരാണ് കിണർ ശരിയാക്കിയത്. അതുകൊണ്ടിപ്പോൾ സാറിന് നല്ല വെള്ളം കിട്ടി. കോരിയെടുത്ത ജലത്തിൽ കൈയും മുഖവും കഴുകി നല്ല കുളിർമ തോന്നി. അല്പം രുചിച്ചു നോക്കി. മായമില്ലാത്ത ശുദ്ധ വെള്ളത്തിൻ്റെ സ്വാദ്.
തൻ്റെ ഗ്രാമത്തിലെ ജനത്തിൽ ഇത്ര സ്വാദ് തോന്നിയിട്ടില്ല. നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായതിനാലായിരിക്കാം. ഞാനിനി വയ്യുമ്പോൾ വരാം. യാത്ര പറഞ്ഞ് പടിയിറങ്ങി പോകുന്ന ആ മനുഷ്യൻ്റെ നിഷ്കളങ്കത വിഷ്ണുവിന് വിസ്മയമായിരുന്നു. നഗരങ്ങളിൽ നിന്നും എന്നോ അപ്രതീക്ഷിതമായ മാനുഷിക ഭാവം. ഉച്ച കഴിഞ്ഞതേയുള്ളൂ. ഇനിയും ധാരാളം സമയം ബാക്കിയുണ്ട് വൈകുന്നേരമാവാൻ. വിഷ്ണുദത്തന് പ്രത്യേകമായി ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എത്തിച്ചേർന്ന വിവരവും ഈ സ്ഥലത്തെക്കുറിച്ചും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാനായി കവറിൽ വിലാസം എഴുതി വെച്ചു. വൈകുന്നേരം വാങ്ങുന്നതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റും എടുത്തു. ഇനി വേലു വരുന്നത് വരെ കാത്തിരിക്കണം. വിശപ്പ് തോന്നിയില്ലെങ്കിലും കൂടെ കൊണ്ടുവന്നിരുന്ന ഭക്ഷണപ്പൊതിയിൽ നിന്നും അല്പമെടുത്ത് കഴിച്ചു. കിണറിലെ വെള്ളവും കുടിച്ചു. ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി കിടക്കയിലേക്ക് ചെരിഞ്ഞു. കിടന്നു തോർക്കുന്നുണ്ട്. വേലു വന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. തൻ്റെ ഓർമ്മയിലൊന്നും ഇത്ര ഗാഢമായി ഉറങ്ങിയതായി ഓർമ്മയില്ല. ഇതുപോലെ ശാന്തമായി തനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞുവെന്ന് വിഷ്ണുദത്തിന് അതിശയമായി. വൈകാതെ തന്നെ വസ്ത്രം മാറി വേലുവിനൊപ്പം ചന്തയിലേക്ക് തിരിച്ചു. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി തിരിച്ചെത്തിയപ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു. വേലുവിന് പെട്ടെന്ന് പോകാൻ തിടുക്കമുള്ളതുപോലെ തോന്നി. പക്ഷെ വെള്ളമെടുത്ത് വയ്ക്കാനും പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനും അയാൾ സഹായിച്ചു. പുറപ്പെടാൻ നേരത്ത് വേലു ഓർമ്മിപ്പിച്ചു, സാറേ, രാത്രിയിൽ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. ഈ സ്ഥലത്തൊക്കെ പേയും പിശാചും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പുച്ഛമാണ് തോന്നിയത് ഇത് കേട്ടപ്പോൾ. പേയും ഭൂതമൊന്നും തനിക്കൊരു പ്രശ്നമേ ഇല്ല. ഭയം തൻ്റെ നിഘണ്ടുവിലില്ല. മരണഭയമുള്ളവർക്കല്ലേ ഇതൊക്കെ കേട്ടിട്ട് പേടി തോന്നേണ്ടതുള്ളൂ. ഭൂതമായാലും പിശാചായാലും മനുഷ്യനെ കൊല്ലുമായിരിക്കും. ചിലപ്പോൾ കൊന്ന് ചോര കുടിക്കുമായിരിക്കും. അതിൽ കൂടുതലായി എന്താണ് ചെയ്യുക? ആത്മഹത്യ ചെയ്യുന്നത് വീരത്വമാണ് എന്നറിയാവുന്നത് കൊണ്ട് ചെയ്തില്ല. അല്ലെങ്കിൽ എത്രയോ മുന്നേ. പകലിൻ്റെ അലച്ചിലിൽ മുഷിഞ്ഞു കഴിഞ്ഞ ആടകൾ അഴിച്ചുവെച്ച് ഭൂമി നിശാവസ്ത്രം ധരിച്ചു തുടങ്ങിയപ്പോൾ നേരിയ കുളിർമയുള്ള തെന്നൽ അവളുടെ വസ്ത്രജലങ്ങളിൽ തഴുകിക്കടന്നുപോയി. ചേക്കേറാൻ അണയുന്ന കിളികളുടെ ഒറ്റപ്പെട്ട ചിലമ്പൽ കേൾക്കുന്നു. പടിഞ്ഞാറൻ മാനത്തിൻ്റെ രക്തത്തുടിപ്പ് കുറഞ്ഞു വന്നു. നിശ്ചലമായി ഉയർന്നു നിന്നിരുന്ന തെങ്ങിൻ തലപ്പുകൾ ഇരുണ്ടു തുടങ്ങിയ ആകാശത്തിൻ്റെ പേക്കോലങ്ങൾ വരച്ചു. മനയിൽ വൈദ്യുതി ബന്ധമില്ലാതിരുന്നതിനാൽ കരുതി വച്ചിരുന്ന ചിമ്മിനി വിളക്കെടുത്ത് കത്തിച്ചു. ഇനിയുള്ള തൻ്റെ രാത്രികൾ ഈ നുറുങ്ങുവെട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും. അസ്വസ്ഥത വിരിയിക്കുന്ന വെളിച്ചത്തേക്കാൾ നിശബ്ദതയുള്ള കനത്ത ഇരുട്ടാണ് തനിക്ക് ഏറ്റവും യോജിക്കുന്നതെന്ന് വിഷ്ണുദത്തിന് തോന്നി. വാച്ചർ ജോലിക്ക് ടോർച്ച് അത്യാവശ്യ ഘടകമാണെന്ന് തോന്നിയതുകൊണ്ടാവണം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് നൽകിയിരിക്കുന്നത്. ഭക്ഷണപാചകം നാളെ മുതൽ ആരംഭിക്കുന്നതിനായി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ആവശ്യത്തിനായി കരുതിയ പഴവും റൊട്ടിയും എടുത്ത് കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചു. വാച്ചില്ലാത്തതിനാൽ സമയം എത്രമായി എന്നറിയില്ല. പുറത്തെ ഇരുട്ടിൻ്റെ കാഠിന്യം കണ്ട് ഏകദേശം 8 മണിയായിരിക്കും എന്ന് ഉറപ്പിച്ചു. ടോർച്ചെടുത്ത് തെളിച്ച് പുറത്തേക്കിറങ്ങി പരിസരമൊക്കെ ഒന്നുകൂടി വീക്ഷിച്ച് പടിപ്പുരവാതിൽ അടച്ചു കുറ്റിയിട്ടു. ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുമായി തിരിച്ച് കാവൽപ്പുരയിലെത്തി കട്ടിലിലെ വിരിപ്പ് കുടഞ്ഞു വിരിച്ച് കയ്യിൽ കരുതിയിരുന്ന ഷീറ്റെടുത്ത് വെച്ച് കിടക്കാൻ തയ്യാറെടുത്തു. തലയിണയായി തൽക്കാലം ബാഗ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്ന് കയ്യെത്തിച്ച് ചിമ്മനി വിളക്കിൻ്റെ തിരിയണച്ച് ടോർച്ച് തലയ്ക്കൽ തന്നെ വെച്ച് ഉറക്കത്തിനായി കാത്തു കിടന്നു. വിഷ്ണുദത്തൻ എന്ന വാച്ചറിൻ്റെ ജോലി ഇവിടെ ആരംഭിക്കുന്നു എന്ന് അയാൾ സ്വയം പറഞ്ഞു. ചിമ്മിനി വിളക്കളഞ്ഞപ്പോൾ പൂർണ്ണമായ ഇരുട്ട് മുറിക്കുള്ളിൽ തളം കെട്ടി. തുറന്നു കിടന്ന ജനലിലൂടെ സുഖകരമായ കുളിർമയുള്ള കാറ്റ് അകത്തേക്ക് കടക്കുന്നുണ്ടായിരുന്നു. എത്ര ശാന്തമായ രാത്രി! പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി വിഷ്ണുദത്തൻ കിടന്നു. രാവിന് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് ആദ്യമായി അറിയുന്നത് പോലെ അയാളുടെ മനസ്സ് അത് ആസ്വദിച്ചു. ഇരുട്ട് തനിക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. പകൽ സമയത്ത് പോലും കണ്ണടച്ചിരിക്കുന്നത് ഇഷ്ടമായിരുന്നു എന്ന് അയാൾ ഓർത്തു. അതിലൊരു പ്രത്യേക ആനന്ദം കണ്ടെത്താൻ കഴിയുമായിരുന്നു. ശപിക്കപ്പെട്ട തൊഴിൽ രഹിതനും അഭ്യസ്തവിദ്യനുമായ പട്ടിണിക്കാരൻ്റെ നിസ്സഹായാവസ്ഥ. ഉറക്കം കൺപോളകളെ തഴുകി തുടങ്ങിയപ്പോൾ മനസ്സിൻ്റെ ഉള്ളറകളിൽ നിറമുള്ള ചില സ്വപ്നങ്ങൾ നുറുങ്ങുകൾ പോലെ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക് ചിലങ്കകളുടെ താളങ്ങൾ ഉള്ളതുപോലെ. ആടയാഭരണങ്ങൾ അണിഞ്ഞ രാജനർത്തകിമാരുടെ വഴക്കമുള്ള മെയ്ച്ചലനങ്ങൾ നിറഞ്ഞ് നൃത്തമണ്ഡപം, താളലാപനങ്ങളുടെ കേളീരംഗം, അതിൽ ലയിച്ചു നിൽക്കുന്ന രാജസദസ്, അതിനു പിന്നിലായി അന്തപുരം.
അവിടെ മുലക്കച്ചയണിയാത്ത ദാസിമാരുടെ പരിചരണയിൽ മനം നിറഞ്ഞ് കാലാപനത്തിൽ ലയിച്ചു നിൽക്കുന്ന റാണിമാർ. നിദ്രയുടെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വിഷ്ണുദത്തൻ്റെ മനോമുകുരത്തിൽ രാധമാധവ നൃത്തം അരങ്ങേറുകയായിരുന്നു. നാദസാഗരത്തിൽ ലയിച്ച് നർത്തകിയുടെ ലാവണ്യത്തിൽ മയങ്ങിയിരിക്കുന്ന തമ്പുരാൻ അവരുടെ അംഗോഭാംഗങ്ങളിൽ തലോടുന്നത് കാണാൻ ശ്രമിക്കാതെ മറഞ്ഞു നിൽക്കുന്ന സേവകന്മാർ. പ്രത്യേക ചൂടടുപ്പിച്ച് നടുത്തുവന്ന നർത്തകി അവളുടെ നനുത്ത ചുണ്ട് സാവധാനം തമ്പുരാൻ്റെ മുഖത്തോട്ടടുപ്പിച്ചു. ചുടുനിശ്വാസങ്ങൾ പരസ്പരം ലയിച്ചു. തമ്പുരാൻ്റെ കണ്ണുകൾ വികാരവായ്പോടെ അടഞ്ഞു. മോഹനമായിരുന്നു അവളുടെ മുഖത്തെ വശ്യത. ക്രമേണ അത് കുറഞ്ഞു വന്നു. സൗമ്യതയാർന്ന മുഖത്ത് തെളിഞ്ഞു നിന്ന ലാസ്യഭാവത്തിന് പൈശാചികതയുടെ നിഴൽ വിരിഞ്ഞു. മുല്ലമുട്ടുകൾ പോലെയുള്ള ദന്തനിരയിൽ മാറ്റം പ്രകടമായി. ചുണ്ടിനിരുവശത്തുമായി കൂർത്ത പല്ലുകൾ നീണ്ടുവന്ന് തമ്പുരാൻ്റെ ചുണ്ടുകളിൽ സൂചിമുനകൾ പോലെ ആഴ്ന്നിറങ്ങി. ചുടുനിണം ധാരയായി ഒഴുകിയത് അവളുടെ ചുവന്ന ചുണ്ടുകൾ ഏറ്റുവാങ്ങി. സേവകർ അപ്രത്യക്ഷമായി. ഭീതിതമായ ഒരലർച്ച അവിടെ മുഴങ്ങി. വിയർപ്പിൽ കുതിർന്ന് വിഷ്ണുദത്തൻ ഞെട്ടിയുണർന്നു. ഒരു സ്വപ്നമായിരുന്നു താൻ കണ്ടതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്പരപ്പോടെ നിമിഷങ്ങളോളം കട്ടിലിരുന്നു. ആ ഭീകര ദൃശ്യം അയാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയില്ല. മൂകമായിരുന്ന അന്തരീക്ഷത്തിലൊഴുക്കി ജനലിലൂടെ കണ്ട ഇരുട്ടിലേക്ക് അയാൾ തുറച്ചു നോക്കി. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ശ്രവണേന്ദ്രിയം കൂർമ്മമാക്കി വിഷ്ണു വീണ്ടും ശ്രദ്ധിച്ചു. ഉയർന്നു കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദത്തിലും മേലെയായി എന്തോ ഒന്ന് കേൾക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ചീവീടുകളുടെ ചിലമ്പൽ നിലച്ചു. പകരം ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നതായി വിഷ്ണുവിന് തോന്നി. താളങ്ങൾക്കൊപ്പം ചുവട് വയ്ക്കുന്ന ഒരു നർത്തകിയുടെ പാദപതനത്തിൽ ഉരുവായ നൂപുരധ്വനി. വീണ്ടും ആ ശബ്ദം. സത്യമല്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാവൽപുരയുടെ അടുത്തായാണ് ആ ചിലങ്കധ്വനിയെന്ന് വിഷ്ണുവിന് ഊഹിക്കാൻ കഴിഞ്ഞു. ഇത് യാഥാർത്ഥ്യമാണോ അതോ തൻ്റെ മിഥ്യാധാരണയായിരിക്കുമോ, താൻ കണ്ട സ്വപ്നത്തിൻ്റെ പ്രതിഫലനമായിരിക്കുമോ എന്നുറപ്പിക്കാൻ മനസ്സ് വെമ്പി. പെടുന്നനെ ആ ശബ്ദം നിലച്ചു. ഭയാനകമായൊരു നിശബ്ദത അയാൾക്ക് അനുഭവപ്പെട്ടു. താനെന്തിനു ഭയക്കുന്നു? വേലു പറഞ്ഞതുപോലെ ഒരു പൈശാചിക ശക്തിക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അന്ധകരണം മന്ത്രിച്ചു. പുറത്ത് എന്താണെന്ന് നോക്കുന്നതിന് തീരുമാനിച്ച് ടോർച്ചെടുത്ത് പുറത്തേക്കിറങ്ങി. കാവൽപുരയും പരിസരവും നന്നായി നോക്കിയെങ്കിലും ഒന്നും പ്രത്യേകമായി കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്ന് കട്ടിലിരിക്കുമ്പോൾ ഉറക്കത്തിൽ കണ്ട സുന്ദരവും എന്നാൽ ഭീകരവുമായ ആ സ്വപ്നം വിഷ്ണുവിൻ്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. നർത്തകിയുടെ രൂപമാറ്റം ദർശിച്ച് വീണ്ടും അയാളെ അസ്വസ്ഥനാക്കി. അങ്ങനെയൊരു കിനാവിൻ്റെ കാരണം ഒരു കരടായ ഉള്ളിൽ അവശേഷിച്ചു. വീണ്ടും ആ ശബ്ദം നിശബ്ദതയെ കീറിമുറിച്ച് വിഷ്ണുവിൻ്റെ കാതുകളിലെത്തി. ആരോ ഓടിയെടുത്ത് വരുന്നത് പോലെ തളയുടെ സ്വരം കാവൽപുരയ്ക്ക് അടുത്തെത്തിയതോടെ വിഷ്ണു ടോർച്ചെടുത്ത് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. അപ്രതീക്ഷിതമായി അയാളുടെ കൈവശമിരുന്ന ടോർച്ച് അണഞ്ഞു. പിന്നെ അത് തെളിയിക്കാനുള്ള ശ്രമം പരാജയമായി. 2-3 പ്രാവശ്യം തട്ടിക്കുടഞ്ഞിട്ട് ടോർച്ച് വീണ്ടും തെളിയിക്കാൻ ശ്രമിച്ചു. നടന്നില്ല. ഇരുട്ടിൽ അയാൾ എന്തിനോ വേണ്ടി തിരഞ്ഞു. പെടുന്നനെ ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ അയാളുടെ കാതിലെത്തി. അത് കേട്ട ലക്ഷ്യത്തിലേക്ക് അയാൾ ശ്രദ്ധിച്ചു. ഒന്നും കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. വീണ്ടും വെളിച്ചം തെളിയിച്ച് പരതി നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ വിഷ്ണു കാവൽപുരയിലേക്ക് തിരിച്ചു നടന്നു. ഏതാണ്ട് വാതിലിനടുത്തെത്തിയപ്പോൾ അയാളെ നടുക്കിക്കൊണ്ട് ആ ശബ്ദം വീണ്ടും കേട്ടു. ഇപ്രാവശ്യം അത് അയാൾക്ക് പിന്നിലായിരുന്നു. ടോർച്ച് തെളിച്ചു തന്നെ അയാൾ തിരിഞ്ഞു നോക്കി. ആ ക്ഷണം വെളിച്ചമണിഞ്ഞു. വിഷ്ണുദത്തൻ്റെ സിരകളിലൂടെ സംശയത്തിൻ്റെ വേരുകൾ കടന്നുപോയി. ഇരുട്ടിൽ വിഷ്ണുദത്തൻ വീണ്ടും പരതി. ആൽത്തറയ്ക്കരികിൽ മഞ്ഞുപോലെ ഒരു രൂപം നിൽക്കുന്നത് വിഷ്ണു അറിഞ്ഞു. ഇരുട്ടിൻ്റെ തീവ്രതയിലും ആ വെളുപ്പ് അയാൾക്ക് കാണാമായിരുന്നു. സ്ഥിരീകരിക്കാനെന്നോണം ഒരിക്കൽ കൂടി മനസ്സിരുത്തി ശ്രദ്ധിച്ചു. ശരിയാണ്, അവിടെ ആരോ ഉണ്ടെന്ന് വ്യക്തമായി. വേലു പറഞ്ഞ കാര്യമാണ് ആ നിമിഷം വിഷ്ണു ഓർമ്മിപ്പിച്ചത്. പാടില്ല, തന്നെ പോലെ ഒരാൾ ഇതൊന്നും വിശ്വസിക്കാൻ ശ്രമിക്കരുത്. അതാരാണെന്ന് തനിക്ക് ഉറപ്പാക്കണം. അത് വെറും തോന്നലായിരിക്കുമെന്ന് തന്നെ വിഷ്ണുവിന് തോന്നി. ആൽത്തറയ്ക്കടുത്തെത്തിയ വിഷ്ണുവിന് അവിടെയൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. കവുങ്ങിൻ്റെ ഒരു ഉണങ്ങിയ ഇല ആൽത്തറയ്ക്ക് സമീപം ഇരിക്കുന്നുണ്ടായിരുന്നു. അതായിരിക്കും തനിക്ക് വെളുത്ത രൂപമായി തോന്നിയത്. തൻ്റെ മടയത്തരമോർത്ത് ചിരിച്ച് വിഷ്ണുദത്തൻ കാവൽപുരയിലേക്ക് തിരിച്ചു നടന്നു. വെറുതെ ടോർച്ചിൻ്റെ സ്വിച്ചിൽ ഒന്ന് വിരലമർത്തി നോക്കി.
അതിശയം, അത് പ്രകാശിച്ചു. ഈ ടോർച്ചിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. കാവൽപ്പുരയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് ആരോ തൻ്റെ പിന്നിലുണ്ടെന്ന് വിഷ്ണുദത്തിന് തോന്നി. സംശയം മനസ്സിലുദിച്ച നിമിഷം തണുത്തൊരു കൈത്തലം തോളിൽ സ്പർശിക്കുന്നതറിഞ്ഞു. മഞ്ഞുപോലുള്ള ആ തണുപ്പ് അയാളുടെ ശരീരത്തിൽ ഒരു വൈദ്യുതി പ്രവാഹം സൃഷ്ടിച്ചു. വീണ്ടും ടോർച്ച് തെളിയുന്നില്ലെന്ന അറിവ് ആദ്യമായി വിഷ്ണുവിനെ തൊല്ലം നമ്പരിപ്പിച്ചു. പെടുന്നതിനെ വിഷ്ണു തിരിഞ്ഞു നോക്കി. ധവള വസ്ത്രധാരിയായ ഒരു സ്ത്രീരൂപം. അവർണ്ണനീയമായ സൗന്ദര്യമായിരുന്ന ആ സ്ത്രീരൂപത്തിന് എന്ന് തോന്നി. ഇരുട്ടിൻ്റെ കാഠിന്യത്തിലും മുഖം തിളങ്ങി. വശ്യമോഹനമായ ആ മുഖത്തേക്ക് വിഷ്ണു സൂക്ഷിച്ചു നോക്കി. യാതൊരു ഭയവും അയാൾക്ക് തോന്നിയില്ല. പക്ഷേ എവിടെയോ കണ്ടു മറന്നതുപോലെ ഒരു തോന്നൽ. താൻ സ്വപ്നത്തിൽ കണ്ട നർത്തകിക്കും ഈ മുഖം തന്നെയായിരുന്നു എന്ന് മനസ്സിലായ ക്ഷണം വിഷ്ണുവിൻ്റെ ഉള്ളിലൊരു നടുക്കമുണ്ടായി. ഏറെ ധൈര്യവാനാണെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. എന്നാലും ഈ തോന്നൽ അയാളെ ചഞ്ചലചിത്തനാക്കി. തീക്ഷ്ണമായ എന്നാൽ ആകർഷണീയമായ നയനങ്ങളോടെ നിന്ന അവളുടെ 2 കൈത്തലവും വിഷ്ണുവിൻ്റെ തോളുകളിൽ അമരുന്നത് അയാൾ നിസ്സഹായതയോടെ അറിഞ്ഞു. സ്വപ്നത്തിലെന്ന പോലെ അവളുടെ മുഖം തൻ്റെ മുഖത്തോട്ടടുപ്പിക്കുന്നതും വദനങ്ങൾ തുടുക്കുന്നതും വിഷ്ണുവിൻ്റെ ചേതനയെ മരവിപ്പിച്ചു. അധ്യായം 2. ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം വിഷ്ണുദത്തൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല. അവളുടെ ഭീകരതയാർന്ന മുഖം അടുത്തെത്തി. മാസ്മരശക്തിയാർന്ന അവളുടെ നയനങ്ങൾക്ക് മുന്നിൽ അയാളുടെ പൗരുഷം ചോർന്നു തുടങ്ങി. കനലുകൾ എരിയുന്ന അവളുടെ മിഴികളിൽ കണ്ടത് രക്തദാഹമായിരുന്നു. വിടർന്ന ചുണ്ടുകളുടെ ഇരുവശവും പ്രത്യക്ഷപ്പെട്ട കോമ്പലുകൾ. തീ പാറുന്ന അവളുടെ കണ്ണുകളിലെ ജ്വാലയിൽ തിളങ്ങിയത് അയാളുടെ രക്തത്തെ മരവിപ്പിച്ചു. രുധിരമയമാർന്ന അവളുടെ ചുണ്ടുകൾ വിഷ്ണുവിൻ്റെ മുഖത്തിനടുത്തെത്തി. പിളർന്ന അധരത്തിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്ന രസനഗ്രം കീഴ്ചുണ്ടിലൊന്ന് തഴുകിയിട്ട് അകത്തേക്ക് തന്നെ കയറിപ്പോയി. കണ്ണുകളിൽ നിറഞ്ഞ ഭയത്തിൻ്റെ അലകൾ ശരീരമാസകലം പടരുന്നത് വിഷ്ണുദത്തൻ അറിഞ്ഞു. കൈകാലുകളിൽ നേരിയൊരു വിറയൽ ബാധിച്ചു. ഇന്നോളം പടുത്തുയർത്തിയ മനോവീര്യം തകരുകയാണെന്ന് തോന്നിയതോടെ വിപഥിധൈര്യം വിഷ്ണുദത്തന് തുണച്ചു. പെടുന്നനെ ഉണ്ടായ ഉൾപ്രേരണയോടെ വിഷ്ണു അവളെ തള്ളിമാറ്റാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ കൈകൾ വായുവിൽ പരതിയതല്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാനായില്ല. ചഞ്ചലമായ അയാളുടെ മനോനിലയിൽ നിരാശ കുടിയേറി. ശ്രമം ഉപേക്ഷിച്ചു. വിധിക്ക് കീഴടങ്ങുകയല്ലാതെ ഇനി മറ്റു പോംവഴിയൊന്നും ഇല്ലെന്ന് ബോധ്യമായെങ്കിലും വിഷ്ണുദത്തൻ തൻ്റെ മുഖത്തെ ഗാംഭീര്യം വെടിഞ്ഞില്ല. ഉറച്ച മനസ്സോടെ നിശ്ചലം നിന്നു. ആ സത്യം, പിശാശോ യക്ഷിയോ എന്തുതന്നെ ആയിരുന്നാലും വിഷ്ണുദത്തൻ്റെ ഈ പ്രവൃത്തി ഫലിച്ചതുപോലെയുള്ള പ്രതികരണം അവളിലുണ്ടായി. അവളുടെ മുഖത്തെ ഭീകരത കുറഞ്ഞു നിന്നു. നിമിഷങ്ങളോളം അയാളെ അവൾ നോക്കി നിന്നു. പൈശാചികതയിൽ നിന്നും വ്യതിയാനം വന്ന ഏതോ ഒരു ഭാവം അവളുടെ മുഖത്ത് പ്രകടമായി. കണ്ണുകളിൽ എരിഞ്ഞു നിന്ന കനലുകൾ അണഞ്ഞു. വില്ലുകൾ പോലെ നിന്ന പുരികക്കൊടികൾ സാധാരണ നിലയിലെത്തി. എന്തോ ഒരു തീരുമാനമെടുത്തതുപോലെ അവൾ ഒന്ന് നിശ്വസിച്ചു. കൈകൾ പിൻവലിച്ചു. കണ്ണു ചിമ്മിയ സമയത്തിനുള്ളിൽ ആ രൂപം അപ്രത്യക്ഷമായി. എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചു എന്നതല്ലാതെ വിഷ്ണുദത്തനൊന്നും മനസ്സിലായില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിയെങ്കിലും യാഥാർത്ഥ്യമല്ലെന്ന് കരുതാൻ കഴിയുമായിരുന്നില്ല. തിരിച്ചു മുറിയിലേക്ക് കയറി കിടക്കയിലിരുന്നു. അപ്പോഴും ആ രൂപം മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. വെറുതെ കിടന്നതല്ലാതെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ നിമിഷവും ഇന്ദ്രിയങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് എന്തിനെയോ പ്രതീക്ഷിച്ചു കിടന്നു. എന്തെങ്കിലും ഒരു ശബ്ദം, ഒരനക്കം, അതുമല്ലെങ്കിൽ ഒരു നുറുങ്ങുവെട്ടം. ഒന്നും സംഭവിച്ചില്ല. ഏതാനും സമയത്തിനു മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ അയാൾ ആലോചിച്ച് ഏറെ അസ്വസ്ഥനായി. അനേകം സംശയങ്ങൾ ഉടലെടുത്തു. ആരായിരിക്കും താൻ കണ്ട രൂപം? യഥാർത്ഥത്തിൽ ആരെയെങ്കിലും കണ്ടോ? അതോ എല്ലാം വെറും തോന്നലായിരുന്നു? എന്തിനാണ് അതിവിടെ വന്നത്? അതും തൻ്റെ മുന്നിൽ വരാനെന്താണ് കാരണം? പിന്നീടെന്താണ് മറഞ്ഞു പോയത്? ഒരു ചോദ്യത്തിന് പോലും വിഷ്ണുദത്തന് ഉത്തരം കിട്ടിയില്ല. വേലു പറഞ്ഞ കാര്യങ്ങളും ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? വെറും സംശയം മാത്രമാണെന്ന് കരുതാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവലിൻ്റെ ആദ്യത്തെ അധ്യായം ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ നമ്മളിതിൻ്റെ തുടർച്ചയുമായി വീണ്ടും കാണുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും
ഒത്തിരി സന്തോഷത്തോടെ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പം ശുഭദിനം.